ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ യാത്രയാണ്. രണ്ടാമത്തെ യാത്ര പറയുമ്പോൾ ഞങ്ങളുടെ ഡ്രീം ജേർണിയിൽ വരുന്ന രണ്ടാമത്തെ യാത്ര. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞങ്ങളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കക്കാടംപൊയിലേക്ക്. അന്ന് വന്നിട്ട് പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള രണ്ട് പേര്, ഞാനും എൻ്റെ അനിയത്തിയും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുതായിട്ടൊരു ട്രിപ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തനിച്ചല്ല, അവളുടെ കൂടെ ഞാനുണ്ട്, എൻ്റെ കൂടെ അവളുണ്ട്. അതല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഒന്നെങ്കിൽ ഫാമിലി അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കോളേജിൽ നിന്നൊക്കെ ടൂർ പോയത്, അങ്ങനെ. അല്ലാതെ തനിച്ചങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുക അങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നത് കക്കാടംപൊയിലായിരുന്നു. അന്ന് നല്ലൊരു മഴയുള്ളൊരു സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ആ ഒരു വ്യൂ തന്നെ ധാരാളമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ത്രില്ലിൽ ഞങ്ങൾ അടുത്ത യാത്ര പ്ലാൻ ചെയ്തത് കരിയാത്തൻപാറയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി പെട്ടു എന്ന് പറയാൻ പറ്റിയൊരു സിറ്റുവേഷനായിരുന്നു. കാരണം കുറച്ച് ദൂരം, ഒരു 3/4 മണിക്കൂറൊക്കെ റോഡ് ഭയങ്കര മോശമായിരുന്നു. നമുക്കറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം പോവുമല്ലേ, അപ്പം നമുക്ക് ആ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ളൊരു റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടി സ്കിഡാവാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ചധികം ദൂരം ആ ഒരു വഴിയിൽ കൂടെ തന്നെ പോയി. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കാണിച്ചെന്ന വഴിയിൽ കൂടെയല്ലേ നമ്മൾ പോവുക. പക്ഷേ ശരിക്കും ആരുടെടുത്തെങ്കിലും ഒന്ന് ചോദിച്ച് സേഫായിട്ടുള്ള കുറച്ച് നല്ല വഴി ഏതാ, നല്ല റോഡ് ഏതാന്നൊക്കെ ചോദിച്ചിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് ആ റോഡിലൂടെ പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയ്ക്കും കുറച്ച് മോശം റോഡ് എന്ന് പറയാനില്ല, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കക്കാടംപൊയിലെത്തി. അവിടെ 30 രൂപ എന്തോ ആണ് എൻട്രൻസ് ഫീ വരുന്നത്. ആ എന്താ പറയുക, ആ ടിക്കറ്റ് തന്നെ മതി നമുക്ക് തോണിക്കടവിൽ കയറാനായിട്ട്. എക്സ്ട്രാ അവിടെ നമുക്ക് വേറെ ടിക്കറ്റൊന്നും എടുക്കണ്ട. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വെയിലുള്ള ഈ ഒരു ക്ലൈമറ്റിൽ പോകാൻ പറ്റിയൊരു സ്ഥലമല്ല. ഒരു തണുപ്പ്, കുറച്ചുകൂടി നല്ല തണുപ്പുള്ള, അല്ലെങ്കിൽ ഒരു മഴ സമയത്തൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ കുറച്ച് അധികം ആരെങ്കിലുമൊക്കെ വേണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ, എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ മക്കളെ കൊണ്ടുപോകാനില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്തു. കാരണം കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്, തീരെ ആഴമൊന്നുമില്ലാതെ നമുക്ക് ഇരുന്നാൽ അത്രയൊരു വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് വെഡ്ഡിങ് ഷൂട്ടുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ നടക്കുന്നുണ്ട്. നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലം. ഒച്ചയൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങാനുള്ള പ്ലാനൊന്നും പ്രത്യേകിച്ച് അപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി വെള്ളത്തിലിറങ്ങിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം ഫീൽ ചെയ്തു. കാരണം ഈ കുട്ടികളൊക്കെ കളിക്കുന്ന കാണുമ്പോൾ നമുക്കും ഇങ്ങനെ കൊതിയാവും വെള്ളത്തിലിറങ്ങാനായിട്ട്. കുറച്ച് നേരം ഒക്കെ അവിടെ വെള്ളത്തിലൊക്കെ ഇരുന്നു. നമ്മൾ ആക്ച്വലി നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വെള്ളത്തിൽ ഇറങ്ങാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അത് ഇറങ്ങാനും പറ്റിയില്ല, ഇവിടുത്തത് മിസ്സാവുകയും ചെയ്തു എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെയും കൊണ്ട് എന്തായാലും ഒരു തവണ വരണം. കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഏരിയ ആയിരിക്കും, സേഫായിട്ട് കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നത്. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ അന്ന് ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ ചാർജൊക്കെ ഏകദേശം തീർന്നായിരുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ചാർജ് തീർന്നു. പക്ഷേ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ പ്ലഗ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരു ചേച്ചിയുടെ ഒരു വീട്ടിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ചാർജൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തോണിക്കടവിലേക്ക് വന്നു. നല്ല കത്തുന്ന വെയിലുള്ള സമയമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് എന്താ, ഇപ്പോൾ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, പിന്നെ നല്ല വ്യൂ കാണാം നമുക്കതിൻ്റെ ടോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ വെയിൽ കാരണം ഞങ്ങൾ ടോപ്പിലേക്കൊന്നും കയറാൻ നിന്നില്ല. കാരണം കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാത്ത അത്രയും വെയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും നിന്നില്ല. കുറച്ച് അവിടേക്കൊന്ന് നടന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് കരിയാത്തൻപാറേൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു പുഴേൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് നന്നായിട്ട്, ഇതിൻ്റെ മുകളിൽ കയറി നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു അവർ. പക്ഷേ എന്തോ വെയിൽ കാരണം നമുക്ക് ചില സമയത്ത് നമുക്ക് അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് പോയാൽ മതി എന്ന് തോന്നുന്ന രീതിക്കുള്ള വെയിലായിരുന്നു. അപ്പോൾ ഇതാണ് തോണിക്കടവ്. ഈ കടവത്ത് കാണുന്ന ഈ തോണി ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തോണിക്കടവ് എന്ന് പറയുന്നത്. അവിടേക്ക് ലോക്കാണ്, അവിടേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇറങ്ങാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇനി അവിടെ നിന്നിട്ട് നമുക്ക് കാര്യമില്ല. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ പാർക്കിൽ നിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു.
അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഡ്രീം ജേണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ യാത്ര ഇങ്ങനെ പോയി 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 വലിയ വലിയ യാത്രകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാണ്. അത് നടക്കട്ടെ. നമുക്ക് കഴിയുന്നിടത്തോളം കുട്ടി കുട്ടി യാത്രകൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഒരു മനസ്സമാധാനം അത് വളരെ വലുതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി കുട്ടി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.